ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ലക്ഷ്മീസ് കിച്ചൺ ആൻഡ് ക്രിയേഷൻസ് നിങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്നത് ഈസി ലഞ്ച് ബോക്സ് റെസിപ്പി ഐഡിയാസാണ്. അപ്പോൾ ഇത് നമ്മൾ പല പാർട്സായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് 3 സിമ്പിൾ റൈസ് ഡിഷസ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക. അതോടൊപ്പം തന്നെ ആ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ മാത്രമേ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഓഫീസിലൊക്കെ പോകുമ്പോൾ, അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തുവിടാൻ പറ്റുന്ന റൈസ് ഡിഷസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിനുകൊണ്ട് വേറെ കറികളൊന്നും ആവശ്യമില്ല. ഈ റൈസ് ഡിഷ് തന്നെ വളരെയധികം ടേസ്റ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഡിഷസ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ റൈസാണ്, അഥവാ തക്കാളി സാദം. ഇത് വളരെയധികം ടേസ്റ്റിയാണ്. ഇതിന് ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല. വേണമെങ്കിൽ പിക്കിളോ അല്ലെങ്കിൽ റേത്തയോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. അതിലേക്ക് ഒരു വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇത് 2-3 പൊട്ടി വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കടല പരിപ്പിട്ട് കൊടുക്കാം. ഈ കടലപ്പരിപ്പ് ഇത്തിരി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഇതിലേക്ക് 1/4 കപ്പോളം ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന സവോള ഇട്ട ശേഷം നമുക്ക് ഉപ്പ് കൂടി ചേർക്കണം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി ലൈറ്റ് ബ്രൗൺ ആക്കണം. ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ലൈറ്റ് ബ്രൗൺ ആവുന്നിടം വരെ നമുക്ക് വഴറ്റേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഉള്ളിയെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 തക്കാളി, നല്ല വഴുത്ത തക്കാളിയാണ്, ചെറുതായി മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കണം. നിങ്ങളുടെ എരിവനുസരിച്ച് ചേർക്കാവുന്നതാണ്. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് നല്ല കളറൊക്കെ കിട്ടും. ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോഴേ ഈ ടൊമാറ്റോസ് എല്ലാം നന്നായിട്ട് വെന്ത് ഉടയത്തുള്ളൂ. ഇപ്പോൾ നോക്കിയേ, ഇത് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം 2 പിഞ്ചോളം കായപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് കുറച്ച് നേരം കൂടി അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 കപ്പ് നേരത്തെ ഉണ്ടാക്കി വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തലേദിവസം തന്നെ ഞാൻ ഈ റൈസൊക്കെ വേവിച്ച് വെക്കും. അപ്പോൾ രാവിലെ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ വളരെ എളുപ്പമാണ്. ഈ മിക്സ് തയ്യാറാക്കിയ ശേഷം റൈസ് അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ തലേദിവസം തന്നെ ആവശ്യമുള്ള റൈസ് ഉണ്ടാക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ഇടാം. 1/2 ടീസ്പൂണോളം ഗരം മസാല. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. എൻ്റെ ഹോം മെയ്ഡ് ഗരം മസാലയുടെ റെസിപ്പി കാണാത്തവർ ആ ലിങ്ക് കൂടി ചെക്കൗട്ട് ചെയ്യുക. നോക്കൂ, എത്ര പെട്ടെന്നാണ് നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡിയായിട്ട് വന്നിരിക്കുന്നത്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ് ഈ ടൊമാറ്റോ റൈസ്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജീര റൈസാണ്. ഇതിന് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. വളരെയധികം എളുപ്പമുള്ള ഒരു ഡിഷാണ്. നമുക്ക് ലഞ്ച് ബോക്സിന് മാത്രമല്ല, നമുക്ക് പാർട്ടിക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഗെറ്റ് ടുഗെദറിനും അതുപോലെ വീക്കെൻഡിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു റൈസ് റെസിപ്പിയാണ് ഇത്. അപ്പോൾ എങ്ങനെയാണ് ജീര റൈസ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായി ഉരുകി വരുമ്പോഴേക്കും നമ്മൾക്കതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകമാണ് ഞാൻ ഈ റെസിപ്പിക്കായിട്ട് ഉപയോഗിക്കുന്നത്.
ചെറിയ ജീരകം ഏകദേശം 1 ടീസ്പൂണോളമാണ് ഉപയോഗിക്കുന്നത്. ഈ ജീരകം ഒന്ന് പൊട്ടി മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് ഇടാം. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് നമുക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. 1 കപ്പ് റൈസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ബാസ്മതി റൈസാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ വളരെ ഈസി ആൻഡ് സിമ്പിളാണ് ഈ റൈസ് ഐറ്റം ഉണ്ടാക്കുവാനായിട്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഏത് ടൈപ്പ് കറിയുടെ കൂടെയും നമുക്ക് ഈ ജീര റൈസ് ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടുകയെന്ന് ചെയ്യാവുന്നതാണ്. അടുത്ത റൈസ് ഐറ്റമാണ് മട്ടർ പനീർ പുലാവ്. ഇതിന് നമ്മൾക്ക് ഒരു സൈഡ് ഐറ്റംസോ അല്ലെങ്കിൽ ഒരു കറിയോ ഒന്നും വേണ്ടത് കഴിക്കാൻ. അങ്ങനെ തന്നെ കഴിച്ചാൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പാർട്ടിക്കും ഗെറ്റ് ടുഗെദറിനും വീക്കെൻഡിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് ഐറ്റമാണിത്. ആദ്യമായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അതിലേക്ക് 2 ചതച്ച കാർഡമം അഥവാ ഏലക്ക ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ബ്ലാക്ക് കാർഡമം ഉണ്ടെങ്കിൽ അതുകൂടി ഒരെണ്ണം ചതച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ 1/2 ടീസ്പൂണോളം ജീരകം, ചെറുജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്, അതുകൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മൂത്ത് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് നല്ല ചെറുതായിട്ട് മിൻസ് ചെയ്തിരിക്കുന്ന ഓണിയൻ അഥവാ സവോള കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നിടം വരെ വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/4 കപ്പോളം പീസ് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 കപ്പ് പനീർ. ഹോം മെയ്ഡ് പനീറിൻ്റെ റെസിപ്പി കാണാത്തവർ അതുകൂടി ചെക്കൗട്ട് ചെയ്യുക. വളരെ ഈസി ആയിട്ട് പനീർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. എല്ലാം കൂടി നന്നായിട്ട് ബ്രൗൺ ആയിട്ട് സോട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് നമുക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് റൈസ് ഇട്ട് കൊടുക്കാം. ബാസ്മതി റൈസാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. മല്ലിയില പൊടിയായി അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നോക്കൂ എത്ര പെട്ടെന്ന് രാവിലെ നമുക്ക് ഈ ലഞ്ച് ബോക്സ് റെസിപ്പി തയ്യാറാക്കാമെന്ന്. ആകെപ്പാട് വേണ്ടത് കുക്ക്ഡ് റൈസ് മാത്രമാണ്. അപ്പോൾ തലേദിവസം തന്നെ നമുക്കത് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ രാവിലത്തെ പണി വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രാവശ്യം പുതിയ റെസിപ്പിയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും എൻ്റെ ബൈ. സ്റ്റേ പോസിറ്റീവ് ആൻഡ് ബി ഹാപ്പി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്.